ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയാണ്. നിങ്ങളെല്ലാവരും ഗംഭീരമായി തന്നെ ഫിസിക്സ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളൊരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു സംശയമാണ്, സാറേ മാത്സ് എക്സാം ഞങ്ങളിൽ കുറച്ചു പേർക്ക് വലിയൊരു പണിയാണ് തന്നത്. അതുപോലെ തന്നെ ആയിരിക്കുമോ ഞങ്ങൾക്ക് ഫിസിക്സ് പരീക്ഷ? കാരണം ഞങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആയി തന്നെയാണ് മാത്സ് പരീക്ഷ എഴുതാൻ പോകുന്നത്. പക്ഷെ ചില ചോദ്യങ്ങൾ കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾ പോലും തെറ്റിപ്പോയി. പല NCERT ക്വസ്റ്റ്യൻസും ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ ഫിസിക്സ് എക്സാമിനും ഞങ്ങളെ കുഴപ്പിക്കുന്ന NCERT ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ആയിരിക്കാം. സോ മക്കളെ, ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയട്ടെ. ഇപ്പോൾ നിങ്ങളുടെ സാഹചര്യം എനിക്ക് ആലോചിക്കുമ്പോൾ ലാലേട്ടൻ ദൃശ്യത്തിൽ പറഞ്ഞ ഡയലോഗാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ആവശ്യമില്ലാത്ത ടെൻഷൻ നമ്മളെ അപകടത്തിലാക്കും. അത് വളരെയധികം ശരിയാണ്. നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ കൂടി നിങ്ങൾക്ക് വളരെയധികം ടെൻഷനോടുകൂടി നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ വലിയൊരു അപകടത്തിലോട്ടാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ഈ NCERT ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ അത്രത്തോളം ഭയക്കേണ്ട ഒരു കാര്യമല്ല. കാരണം ആ പറയുന്ന പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മുടെ സിലബസ് ഉള്ളത്. ഈ പറഞ്ഞ NCERT ക്വസ്റ്റ്യൻസ് പരീക്ഷയിൽ വരുന്നത് ആദ്യമായിട്ടല്ല. ഇതിനു മുമ്പുള്ള നിങ്ങൾ ഏത് ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഉറപ്പായും 2-3 ചോദ്യങ്ങൾ NCERTയിലുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് അതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഉറപ്പായും ഞങ്ങൾ എപ്പോഴും പഠിപ്പിക്കുന്നതുമാണ്. ഇത്തവണ അതിന് കുറച്ചുകൂടി നമ്മൾ ഊന്നൽ കൊടുക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ് ഈ എക്സ്പ്രസ് റിവിഷനിൽ നിങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി നൽകാൻ പോകുന്നതും അതുപോലെ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ്, ഒരിക്കലും ഒരു അവസാന മെഗാ മാരത്തോൺ ലൈവിലോ സൂപ്പർ 60ലോ മാത്രമായി നിങ്ങളുടെ പഠനം നിങ്ങൾ ഒതുക്കാൻ പാടില്ല. മറിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സ്പ്രസ് റിവിഷൻ പ്രോപ്പറായി തന്നെ സ്ട്രക്ചേർഡ് ആയി തന്നെ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്തിരിക്കും. അല്ലാതെ മറിച്ച് ഒരു സൂപ്പർ 60 മാത്രം കണ്ട് പരീക്ഷയ്ക്ക് പോകുന്ന ഒരു കുട്ടിക്ക് ചോദ്യപേപ്പറിലുള്ള എല്ലാ ചോദ്യങ്ങളും ഫെമിലിയർ ആയിരിക്കും. പക്ഷെ അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഫെമിലിയർ ആവണമെന്നില്ല. ചോദ്യം മാത്രം കണ്ടു പഴകിയത് കൊണ്ട് ഉത്തരങ്ങൾ ഒരിക്കലും ഉത്തരക്കടലാസിൽ അതുപോലെ പകർത്തി എഴുതാൻ നിങ്ങളെ കൊണ്ട് സാധിക്കാൻ നിങ്ങൾ റോബോട്ടുകളൊന്നുമല്ല. അതിനാൽ തന്നെ എക്സ്പ്രസ് റിവിഷൻ സ്ട്രക്ചേർഡ് ആയി തന്നെ ഫോളോ ചെയ്യുക. എല്ലാ ചാപ്റ്റേഴ്സും മുഴുവൻ ചാപ്റ്റേഴ്സിലെ മുഴുവൻ കണ്ടന്റുകളും NCERT എക്സാമ്പിളുകൾ ഉൾപ്പെടെയാണ് ഓരോ എക്സ്പ്രസ് റിവിഷനും പഠിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഒരിക്കലും ഒരു പാഠം പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. എന്നിട്ട് വേണം നമ്മൾ എന്തിലോട്ട് കിടക്കാൻ. എന്നിട്ട് വേണം സൈലം നിങ്ങൾക്ക് വേണ്ടി നൽകാൻ പോകുന്ന മോഡൽ എക്സാം നിങ്ങൾ പ്രോപ്പർലി തന്നെ എഴുതുക. അതായത് പബ്ലിക് എക്സാമിന് മുമ്പ് ഒരു പബ്ലിക് എക്സാം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തുവച്ചിട്ടുണ്ട്. അത് പ്രോപ്പറായി തന്നെ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം കലാശക്കൊട്ട് വരുന്നുണ്ട്, അതും അടിപൊളിയായി തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം മാത്രം സൂപ്പർ 60 ക്ലാസ്സുകൾ കാണും. അല്ലാതെ ഒരിക്കലും ഒരു സൂപ്പർ 60 കൊണ്ടോ കലാശക്കൊട്ട് കൊണ്ടോ നിങ്ങൾക്ക് മികച്ച മാർക്കിലോട്ട് എത്താൻ സാധിക്കില്ല മക്കളെ. സോ ഈ പറയുന്ന പ്രോപ്പർ സ്ട്രക്ചേർഡ് പ്ലാൻ ഫോളോ ചെയ്തൊരു കുട്ടിക്ക് മാത്രമേ മുഴുവൻ മാർക്ക് എന്ന ലക്ഷ്യത്തിലോട്ട് എത്താൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ഒരിക്കലും ഒരു പാസ് മാർക്ക് മാത്രം സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. മറിച്ച് മികച്ചൊരു മാർക്ക് തന്നെ സ്വപ്നം കാണുക. അതിലോട്ട് നിങ്ങളെ കൈപിടിച്ച് നടത്താൻ സൈലം ടീം തയ്യാറായി കഴിഞ്ഞു മക്കളെ. സോ എല്ലാ ലൈവുകളും അടിപൊളിയായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുമെന്നും മികച്ച മാർക്ക് നേടുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്കും ആ ഉറപ്പ് എന്തായാലും നിങ്ങളുടെ മനസ്സിനകത്ത് വേണം മക്കളെ. നമുക്ക് തകർക്കാൻ വിടാം.